പെർഫെക്റ്റ് ദയ്യൂസ്. ആരാണ് ഈ ദയ്യൂസ്? സിമ്പിളായി പറഞ്ഞു തരാണെങ്കിൽ സ്വന്തം ഭാര്യ, അമ്മ, അതല്ലെങ്കിൽ പെങ്ങള്, അങ്ങനെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാതെ അത് കണ്ടിൽ നിന്നടിക്കുന്ന ആണുങ്ങൾ, പുരുഷവർഗ്ഗങ്ങളെ ദയ്യൂസ് എന്ന് പറയും, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, ഇവിടെ എന്നെ എന്തിന് ഇവൻ ദയ്യൂസ് ആക്കി? അതായത് തൻ്റെ ഈ കാണുന്ന വീഡിയോൻ്റെ അകത്ത് എൻ്റെ കെട്ടിയോട് ആ വീഡിയോയിൽ വന്നതാണ് ഇവൻ്റെ കണ്ണിൽ കണ്ട തെറ്റ്. ആ തെറ്റിനെതിരെ ഞാൻ പ്രതികരിക്കാത്തതുകൊണ്ട് ഇവൻ എന്നെ ദയ്യൂസ് ആക്കി. ഓക്കെ, പക്ഷെ കുറച്ച് ദിവസം മുന്നേ എൻ്റെ ഉമ്മ ഇതുപോലൊരു വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും എന്നെ കുറ്റം പറഞ്ഞില്ല, ദയ്യൂസ് ആക്കിയില്ല, ഒരു കുറവും പറഞ്ഞില്ല. ഞാൻ മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിൽ പലരും സ്വന്തം അമ്മമാരെ കൊണ്ട് കട ഇനാഗുറേഷൻ ചെയ്യിക്കുന്നു, വീട് കൂടിയിരിക്കുന്ന സമയത്ത് അമ്മമാരെ മുൻനിർത്തുന്നു. അങ്ങനെ അമ്മമാരെ കൊണ്ടുവന്ന് മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ ആരും ഈ പറഞ്ഞ അവൻ്റെ ദയ്യൂസ് ആക്കൂല. ഓക്കെ, അവിടെ നിന്ന് ഒരു കുഴപ്പമില്ല. അവിടേക്ക് ഈ പറഞ്ഞ മക്കളെ പ്രശംസിക്കും, വാനോളം ഉയർത്തി പറയും. കാരണം അമ്മമാരുള്ള കടപ്പാട് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുകഴ്ത്തും. പക്ഷെ സ്വന്തം ഭാര്യ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നാൽ ഒന്നെങ്കിൽ അവൻ അടിമ, അല്ലെങ്കിൽ അവൻ ദയ്യൂസ്, അല്ലെങ്കിൽ അവൻ പെൺകോന്തൻ, അല്ലെങ്കിൽ അച്ചിക്കോന്തൻ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പേരിട്ട് അവൻ അഭിസംബോധന ചെയ്യും. എന്തായാലും ഈ വിളി കൊണ്ടൊന്നും മാറാനിടെ പോകുന്നില്ല. ഈ പറയുന്ന ഇവനൊക്കെ ശരിക്കും ഒരു ആത്മപരിശോധന നടത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗജ ഫ്രോഡുകളായിരിക്കും. ബാക്കിയുള്ള കുടുംബത്തിലേക്ക് ഇങ്ങനെ എത്തി നോക്കിയിട്ട് ഓനെന്തോ വലിയ മാന്യതമയാണ്. ഒന്നുമല്ല, നല്ല പക്ക ഫ്രോഡുകളായിരിക്കും. ഇങ്ങനെ ബാക്കിയുള്ള മേക്കിട്ട് കയറിയിട്ട് ഇങ്ങനെ ദയ്യൂസെന്നോ കോന്തനെന്നോ മുണ്ണെന്നൊക്കെ വിളിക്കാൻ പറ്റുക.